നമസ്കാരം. മാനിഫോൾഡ് അച്ചീവേഴ്സ് ടോക്കിലേക്ക് സ്വാഗതം. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ എഞ്ചിനീയേഴ്സ് എന്ന ഗേറ്റ് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലും പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് സ്ട്രീമിലും ക്വാളിഫൈ ചെയ്ത് IIT അഡ്മിഷൻ ഉറപ്പിച്ച സാരംഗാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സാരംഗ് മാനിഫോൾഡിൻ്റെ ഗേറ്റ് 2024 ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സാരംഗിനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. കൺഗ്രാജുലേഷൻസ് സാർ. സാരംഗിൻ്റെ ഫാമിലി, സ്കൂളിംഗ്, ബിടെക് പഠിച്ച കോളേജ്, അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയുമോ? എൻ്റെ ഫാമിലിയിൽ ഞാൻ, അച്ഛൻ, അച്ഛമ്മ അടങ്ങുന്ന കുടുംബമാണ്. എൻ്റെ സ്കൂളിംഗ് ആവട്ടെ 2017 എൻ്റെ 10th കഴിഞ്ഞു. ഞാൻ പഠിച്ചത് ടെക്നിക്കൽ ഹൈസ്കൂൾ ഷൊർണൂർ ടെക്നിക്കൽ വിഭാഗത്തിലാണ്. അതിനുശേഷം ഡിപ്ലോമ ഞാൻ പാലക്കാട് പോളിടെക്നിക് കോളേജിൽ ചെയ്തു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു എൻ്റെ ഫീൽഡ്. അതിനുശേഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ബിടെക് ഞാൻ ഫിനിഷ് ചെയ്തു. മെക്കാനിക്കൽ തന്നെയായിരുന്നു അതും. അപ്പോൾ മാനിഫോൾഡിനെ പറ്റി എപ്പോഴാണ് അറിഞ്ഞത്? മാനിഫോൾഡിനെ കുറിച്ച് ബിടെക് ഫൈനൽ ഇയർ ആവുമ്പോൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുമല്ലോ, ഇനി എന്താ ജോലി വേണോ അതോ ഉപരിപഠനം വേണോ എന്ന്. അപ്പോൾ എൻ്റെ അച്ഛനാണ് എനിക്ക് ഉപരിപഠനം മതി, ജോലിക്കൊന്നും നീ പോകണ്ട എന്ന് തന്നെ പറയാനുള്ളത്. നല്ല മോട്ടിവേറ്ററാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കി. അപ്പോൾ ആകെ കേരളത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത് മാനിഫോൾഡിനെ മാത്രമാണ്. മാനിഫോൾഡിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ക്ലാസ്സസിൽ വന്നു. അത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഈ പഠിപ്പിൻ്റെ സ്ട്രാറ്റജി, പ്രിപ്പറേഷൻ ടൈമിങ് അതൊക്കെ എങ്ങനെയായിരുന്നു? പ്രിപ്പറേഷൻ ടൈമിംഗ് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന പോലെ യൂട്യൂബ് നോക്കി ഞാൻ, പിന്നെ മാനിഫോൾഡിലെ സ്റ്റാഫ്, ടീച്ചേഴ്സ് എല്ലായിടത്തും നോക്കി. കാരണം ബാക്കി മുമ്പേ പഠിച്ചിറങ്ങിയ കുട്ടികളുടെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവില്ല അവരുടെ അടുത്ത്. സോ ചോദിച്ചപ്പോൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു 13 മണിക്കൂർ പെർ ഡേ എങ്കിലും നല്ലോണം അച്ചീവ് ചെയ്ത കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്താലേ എത്താൻ പറ്റും, ക്വാളിഫൈ എങ്കിലും ആവാൻ പറ്റുള്ളൂ. അപ്പോൾ 10 മണിക്കൂർ പെർ ഡേ എന്നൊരു ലിമിറ്റ് ഞാൻ ഫിക്സ് ചെയ്തു. എന്നിട്ട് പഠിക്കാൻ തുടങ്ങി. മാനിഫോൾഡിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തിരുന്ന ഹോസ്റ്റലിലായിരുന്നല്ലോ താമസം. അവിടെ മാനിഫോൾഡിലെ സ്റ്റുഡൻസ് തന്നെയായിരുന്നു റൂംമേറ്റ്സ്. അതിൻ്റെ അപ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷവും പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു ഒരുമിച്ചുള്ളത്? ആ പ്രിപ്പറേഷൻ പറയാൻ വെച്ചാൽ നമ്മൾ ആരുടെ കൂടെയാണോ കൂട്ടുകൂടുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ പഠനത്തിൻ്റെ ഗതി പോകുന്നത്. എനിക്കാണെങ്കിൽ ക്ലാസ്സിലെ സെയിം കൂട്ടുകാരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഒരേ വേഗത്തിലുള്ളവരായിരുന്നു. അതായത് ഗേറ്റ് അച്ചീവ് ചെയ്യുക, ക്വാളിഫൈ ചെയ്യുക. എല്ലാവരും ആണെങ്കിൽ സെയിം ആവറേജ് ടീംസ് തന്നെയായിരുന്നു. ഈ 10 മണിക്കൂർ പെർ ഡേ എന്ന ആ ഒരു ടാസ്ക് എല്ലാവരും ഫോളോ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഒരുപാട് എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും ക്വാളിഫൈ ആവാൻ പറ്റി. ഏത് IIT-യിലാണ് അഡ്മിഷൻ ഇപ്പോൾ കൺഫേം ആയത്? എനിക്ക് IIT കാൺപൂർ ഫ്ലൂയിഡ് ആൻഡ് തെർമൽ സയൻസ് എന്ന MTech-ലാണ് ഫീൽഡിലാണ് കിട്ടിയത്. ഓക്കെ. ഇപ്പോൾ മാനിഫോൾഡിൻ്റെ ഗേറ്റ് 2025 ഓഫ്ലൈനും ഓൺലൈൻ ബാച്ചസും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗേറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ജൂനിയേഴ്സിനോട് സാരംഗിന് എന്താ പറയാനുള്ളത്? എനിക്ക് ജൂനിയേഴ്സിനോട് പറയാനുള്ളത് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഒട്ടുമിക്ക ഈ ഗേറ്റിന് വരുന്നവർ തന്നെ ഓൾമോസ്റ്റും ആവറേജ് കുട്ടികളുണ്ടാവും അതിൻ്റെ ഉള്ളിൽ. എന്തായാലും ടോപ്പേഴ്സിന് ക്വാളിഫൈ ആവാൻ പറ്റും. അപ്പോൾ ആവറേജ് സ്റ്റുഡൻസിനോട് ആണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഇത് ഗേറ്റ് ഒന്നുമില്ല, അതായത് JEE അടക്കമല്ല, ഇതിന് ജസ്റ്റ് ഒരു എഫേർട്ട് ഇട്ടാൽ മതി. അറ്റ്ലീസ്റ്റ് എനിക്ക് പറയാനുള്ളത്, എല്ലാ ഇൻസ്റ്റാഗ്രാം റീൽസ് എല്ലാവരും അഡിക്റ്റ് ആവും. ഞാനും അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ വിട്ടു നിൽക്കണം. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ്ലി ഓഫായിരുന്നു. ഈ 6 months ഫുള്ള് ഒരു ഗേറ്റിന് വേണ്ടി ഇൻസ്റ്റാഗ്രാമേ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് അതുപോലെ നിങ്ങൾ കുട്ടികളും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10-9 മണിക്കൂർ പെർ ഡേ എങ്കിലും എന്തായാലും ചിലവഴിക്കണം. കാരണം ഗേറ്റ് കുറേ റിപ്പീറ്റായി എഴുതുന്ന കുട്ടികളാവും ഓൾമോസ്റ്റ് ഉണ്ടാവുക. അവരുടെ ഒപ്പം എത്തണമെങ്കിൽ നമ്മൾ ഈ ഒരു എഫേർട്ടെങ്കിലും ഇടണം. മാനിഫോൾഡ് തന്ന മെറ്റീരിയൽസ്, പിന്നെ നമ്മളുടെ മോക്ക് എക്സാം, അതൊക്കെ എത്രമാത്രം ഹെൽപ്ഫുൾ ആയിരുന്നു? മാനിഫോൾഡിലെ മെറ്റീരിയൽ എനിക്ക് നല്ല ഉപകാരപ്പെട്ടിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സിൻ്റെ ഉണ്ടല്ലോ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്, അതും പിന്നെ ഓരോ
ടീച്ചേഴ്സിൻ്റെ പ്രൈവറ്റ് നോട്ട്സും ആവട്ടെ, രണ്ടും കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മോക്ക് ടെസ്റ്റ് ആവട്ടെ അതും. അപ്പോൾ IIT കഴിഞ്ഞിട്ട് ഇനി എന്താണെന്ന് എന്തെങ്കിലും പ്ലാനിങ് ആയിട്ടുണ്ടോ? IIT കഴിഞ്ഞിട്ട് IITക്ക് ആദ്യം MTechന് പോയതിന് ശേഷം അവിടെ എന്താണോ തോന്നുന്നത് ആ ഒരു രീതിക്ക് അവിടെ പോയ എന്തായാലും ചിന്താഗതി മാറല്ലോ. അവിടെ IIT ക്യാമ്പസിലെത്തുമ്പോൾ മാനിഫോൾഡിൻ്റെ അലുമിനി ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ബാച്ചിൽ തന്നെ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത കുറച്ച് പേര് നെക്സ്റ്റ് റൗണ്ട് അഡ്മിഷനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും അവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരോടും മാനിഫോൾഡ് അന്വേഷിച്ചതായിട്ട് പറയുക. പിന്നെ നന്മകൾ മാത്രം ഉണ്ടാവട്ടെ. താങ്ക് യു.